ജൂതൻ്റെ പരിപൂർണ നാശത്തോടെ വരുന്ന അന്ത്യവിധി നാളുകളെക്കുറിച്ചുള്ള തീവ്രമായ മെസ്സിയാനിക് വിചാര ലോകത്ത് ജീവിക്കുന്നവരാണ് ഹമാസും അവരെപ്പോലുള്ള ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളും. ശീതയുദ്ധ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമായിരുന്നു മ്യൂച്വലി എഷ്വേർഡ് ഡിസ്ട്രക്ഷൻ അഥവാ MAD. ന്യൂക്ലിയർ ആയുധ ശക്തികളായ അമേരിക്കയും സോവിയറ്റ് യൂണിയനും ആയിരുന്നു ശീതയുദ്ധത്തിലെ എതിരാളികൾ. രണ്ട് ശക്തികൾക്കും അറിയാം തങ്ങളെ പൂർണ്ണമായി നശിപ്പിക്കാനുള്ള ശേഷി മറുഭാഗത്തിനുണ്ടെന്ന്. അതാണ് മ്യൂച്വലി എഷ്വേർഡ് ഡിസ്ട്രക്ഷൻ എന്ന ലളിതമായ ആശയം. ഒരു ന്യൂക്ലിയർ യുദ്ധമുണ്ടായാൽ ഇരുഭാഗവും നശിക്കുമെന്നറിയാനുള്ള അല്ലെങ്കിൽ അങ്ങനെ അറിവുള്ള സോവിയറ്റ് യൂണിയനും അമേരിക്കയും ആദ്യം ആക്രമിക്കാൻ മുതിരില്ല എന്നതാണ് ആ ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വബോധമുള്ള ആരെങ്കിലും സ്വന്തം നാശം സ്വയം ക്ഷണിച്ചു വരുത്തുമോ? തീർച്ചയായുമില്ല. പക്ഷേ സ്വബോധമില്ലാത്തവരോ? മ്യൂച്വലി എഷ്വേർഡ് ഡിസ്ട്രക്ഷൻ എന്ന ബോധ്യമാണ് ഒരു ന്യൂക്ലിയർ ആയുധ യുദ്ധത്തിൽ നിന്നും സോവിയറ്റ് യൂണിയനെയും അമേരിക്കയെയും തടഞ്ഞത് എന്ന് പറയാം. കാരണം രണ്ടുപേരും മാഡല്ല, മ്യൂച്വലി എഷ്വേർഡ് ഡിസ്ട്രക്ഷനെ തിരഞ്ഞെടുക്കുന്നവരായിരുന്നില്ല എന്ന് അർത്ഥം. അമേരിക്കയും സോവിയറ്റ് യൂണിയനും യുക്തിപൂർവം പ്രവർത്തിക്കുന്ന ശക്തികളായിരുന്നു എന്നതാണ് അതിൻ്റെ ഒരു വസ്തുത. ആ യുക്തിബോധം അല്ലെങ്കിൽ സ്വബോധം ഇല്ലാത്ത ശക്തികൾക്ക് ന്യൂക്ലിയർ ആയുധം ഉപയോഗിക്കാനും ഒരിക്കലും മടിയുണ്ടാവില്ല. എതിരാളികളുടെ ന്യൂക്ലിയർ ആക്രമണത്തിന് വിധേയമാകാനും മടിയുണ്ടാവില്ല. അതാണ് മാഡ്നെസ്, MADനെസ്. അത്തരമൊരു മാഡ്നെസ് ഉള്ള ശക്തിയാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന് പൂർണ്ണ ബോധ്യം മറ്റുള്ളവർക്കുള്ളത് കൊണ്ടാണല്ലോ സ്വബോധമുള്ളവർ ഇറാന് അണുവായുധമുണ്ടാവരുത് എന്ന് നിഷ്കർഷിക്കുന്നത്. ഈ മാഡ്നെസ് ഷിയ ഇസ്ലാമിസ്റ്റ് ഇറാന് മാത്രമല്ല, അതിൻ്റെ പ്രോക്സികൾക്കുമുണ്ട് എന്ന് മനസ്സിലാക്കാൻ റോക്കറ്റ് സയൻസ് ഒന്നും പഠിക്കേണ്ടതില്ല. അവരുടെ പ്രത്യയശാസ്ത്ര ലക്ഷ്യങ്ങളെക്കുറിച്ച് മാത്രം മനസ്സിലായാൽ മതി. ഉദാഹരണത്തിന് ഹമാസിൻ്റെ ഗാസയിലെ നേതാവായിരുന്ന യഹിയ സിൻവാർ സ്വന്തം കൈപ്പടയിൽ എഴുതിയ ചില രേഖകൾ ഇസ്രായേൽ സൈന്യം ഗാസ യുദ്ധകാലത്ത് പിടിച്ചെടുത്തിരുന്നു. അതിലൊന്നിലെ വിവരം ഈ കഴിഞ്ഞ ദിവസം ജൂലൈ 13 തിങ്കളാഴ്ച ഇസ്രായേലിലെ മേർ ആമിറ്റ് ടെററിസം ഇൻ്റലിജൻസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ടിരുന്നു. ഹമാസ് എന്ന ഇസ്ലാമിസ്റ്റ് ഭീകര സംഘടനയുടെ വിചാര ലോകം എത്രമാത്രം അപകടകരമാണെന്ന് വളരെ കൃത്യമായി വെളിപ്പെടുത്തുന്നതാണ് ആ കയ്യെഴുത്ത് രേഖ. 2022 ആഗസ്റ്റ് 24 സിൻവാർ ഈ രേഖ സ്വന്തം കൈപ്പടയിൽ എഴുതിയിരിക്കുന്നത്. 200-ലധികം ഇസ്രായേലി ജനവാസ മേഖലകളും ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ഔട്ട് പോസ്റ്റുകളും ലക്ഷ്യമിട്ട് 10,000-ഓളം ഹമാസ് പോരാളികളെ ഉൾപ്പെടുത്തിയുള്ള ഒരു ആക്രമണ പദ്ധതിയാണ് ആ രേഖയിൽ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യുന്നത്. ഒക്ടോബർ 7 ആ പദ്ധതി ഹമാസ് നടപ്പാക്കിയപ്പോൾ 10,000-ലൊന്നും എത്തിയില്ല എന്നതാണ് സത്യം. ഒക്ടോബർ 7 ഭീകരാക്രമണം ഏതാണ്ട് 3 ഇരച്ചു കയറ്റങ്ങളായാണ് നടന്നത്. ആദ്യത്തേതിൽ ഏകദേശം ഒരു 2,000 ഹമാസ് ഭീകരർ പങ്കെടുത്തപ്പോൾ രണ്ടാമത്തേതിലും ഏകദേശം സമാനമായിരുന്നു സ്ഥിതി. മൂന്നാമത്തേതിൽ പരിശീലനമൊന്നും ലഭിക്കാത്ത ഏതാണ്ട് 1,600-ഓളം ഗാസക്കാരാണ് അതിൽ പങ്കെടുത്തത്. ഒക്ടോബർ 7 ശൈലിയിലുള്ള ഭീകരാക്രമണത്തിന് മറുപടിയായി ഇസ്രായേൽ ആണവായുധങ്ങൾ ഉപയോഗിച്ചേക്കാമെന്ന് ഹമാസ് നേതാവ് യഹിയ സിൻവാർ വിശ്വസിച്ചിരുന്നതായി ഈ തിങ്കളാഴ്ച പുറത്തുവിട്ട രേഖ വ്യക്തമാക്കുന്നു. അതിൽ സിൻവാർ പറയുന്നത് അറബിയിൽ എഴുതിയ നോട്ടാണ്. അതിൽ പറയുന്നത് ഞാൻ വായിക്കാം, മലയാളത്തിൽ ഞാൻ വായിക്കാം. ശത്രു അവരുടെ പക്കലുള്ള എല്ലാ മാർഗങ്ങളും ആയുധങ്ങളും ഉപയോഗിക്കാൻ മടിക്കില്ല. ആക്രമണത്തിലൂടെ മാത്രമല്ല മറ്റ് മാർഗങ്ങളിലൂടെയും അത് ഉണ്ടായേക്കാം. അവർ, അതായത് ഇസ്രായേൽ, ഒരു ആണവ ബോംബ് പോലും ഉപയോഗിച്ചേക്കാം. എന്നാൽ അതിനെല്ലാം മുമ്പ് ഈ ആക്രമണം അവരെ ഞെട്ടിക്കുകയും അവർ പരിഭ്രാന്തിയിലാവുകയും ചെയ്യും. ഒരു അധിക മുൻകരുതൽ എന്ന നിലയിൽ ഗ്രാമങ്ങളിലേക്ക് മടങ്ങുന്നതിനും പ്രതീകാത്മകമായി അവ വീണ്ടും കൈക്കലാക്കുന്നതിനുമായി
ഒരു ജനകീയ മുന്നേറ്റം സംഘടിപ്പിക്കേണ്ടതുണ്ട്. ജനകീയ മുന്നേറ്റം എന്ന് ഉദ്ദേശിക്കുന്നത് ഭീകരാക്രമണമാണ്. ഈ പ്രചാരണം ജീവിതത്തിനും മരണത്തിനും, ഈ ക്യാമ്പയിനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ക്യാമ്പയിൻ ജീവിതത്തിനും മരണത്തിനും വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ്. അള്ളാഹുവിൻ്റെ സഹായത്താൽ അതിൽ ജീവിതം തന്നെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഇതാണ് സിൻവാർ അറബിയിൽ എഴുതിയതിൻ്റെ പരിഭാഷ. സിൻവാറിൻ്റെ യുക്തിയില്ലായ്മയെയും ഹമാസ് നേതൃത്വത്തെ മുന്നോട്ട് നയിക്കുന്ന അന്ധമായ തീവ്രവാദത്തെയുമാണ് ഇത് വെളിപ്പെടുത്തുന്നത്. സത്യത്തിൽ ഇതിലൊരു അത്ഭുതമൊന്നുമില്ല. തങ്ങളുടെ സ്വന്തം അതിജീവനത്തെക്കാൾ വലുത് ഇസ്രായേലികളുടെ നാശമാണെന്ന് കരുതുന്നവരിൽ നിന്ന് ഈ ഒരു മാഡ്നെസ് അല്ലാതെ മറ്റെന്താണ് പ്രതീക്ഷിക്കാൻ കഴിയുക? ജൂതൻ്റെ പരിപൂർണ നാശത്തോടെ വരുന്ന അന്ത്യവിധി നാളുകളെക്കുറിച്ചുള്ള തീവ്രമായ മെസ്സിയാനിക് വിചാര ലോകത്ത് ജീവിക്കുന്നവരാണ് ഹമാസും അവരെപ്പോലുള്ള ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളും. തൻ്റെ മോക്ഷം മറ്റവൻ്റെ നാശത്തിലൂടെ മാത്രമേ സാധ്യമാവൂ എന്ന് വിശ്വസിക്കുന്നവർ എത്ര അപകടകാരികളായിരിക്കുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഇസ്രായേലിൻ്റെ നാശത്തിന് സ്വന്തം നാശവും സ്വന്തം ജനതയുടെ നാശവും സിൻവാർ യഥാർത്ഥത്തിൽ മുൻകൂട്ടി കണ്ടിരുന്നു എന്നതാണ് ഇതിൽ നിന്നും മനസ്സിലാവുന്നത്. കാരണം ന്യൂക്ലിയർ ആയുധം വരെ വേണമെങ്കിൽ ഇസ്രായേൽ ഉപയോഗിച്ചേക്കാമെന്നാണ് അദ്ദേഹം അതിൽ പറയുന്നത്. അയുക്തികനായ സിൻവാർ തൻ്റെ എതിരാളികളെയും അയുക്തരായാണ് കണ്ടത് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കുക. കാരണം ഗാസയിൽ വീഴുന്ന ഒരു അണുബോംബിൽ നിന്നുള്ള ആണവീകരണം ഇസ്രായേലിനെയും കൂടി ബാധിക്കുമെന്ന് അറിയാനുള്ള വിവേകം ഇസ്രായേലിന് ഇല്ല എന്ന് സിൻവാർ കരുതി. അതവിടെ നിൽക്കട്ടെ. ഇസ്രായേൽ ആണവായുധം കൊണ്ട് പ്രതികരിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് അറിയാമായിരുന്നിട്ടും അയാൾ ആക്രമണ പദ്ധതിയുമായി മുന്നോട്ട് പോയി എന്നതാണ് സത്യം. ഗാസക്ക് സംഭവിച്ചേക്കാവുന്ന വലിയ നാശനഷ്ടങ്ങൾ സിൻവറിനെ യാതൊരു രീതിയിലും തടഞ്ഞില്ല. കാരണം ഇസ്രായേൽ തീർന്നു കിട്ടുമെന്ന് അയാൾ കരുതി. ഗാസ നശിച്ചാലും ഇസ്രായേൽ ഒരു പരിഭ്രാന്തിയിൽ ഉലയുമ്പോൾ അങ്ങനെ ഒരു അവസരത്തിൽ ഹിസ്ബുള്ള ഉടൻ യുദ്ധത്തിൽ പങ്കുചേരും. ഇറാന് ഇസ്രായേലിന് നേരെ ബാലിസ്റ്റിക് മിസൈലുകളെ വർഷിക്കും. യമനിൽ നിന്ന് ഹൂത്തികളും ആക്രമണത്തിൽ പങ്കുചേരും. വെസ്റ്റ് ബാങ്ക് പ്രക്ഷുബ്ധമാവും. അറബ് ഇസ്രായേലികളും വീണ്ടും രംഗത്തിറങ്ങും. ഇതൊക്കെ ആയിരിക്കണം ഈ പദ്ധതി തയ്യാറാക്കുമ്പോൾ സിൻവാർ ഒരുപക്ഷെ പ്രതീക്ഷിച്ചത്. പക്ഷേ സംഭവിച്ചത് മറിച്ചാണ്. ഇസ്രായേൽ ഇപ്പോഴും നിലനിൽക്കുന്നു. സിൻവാർ അടക്കമുള്ള ഹമാസിൻ്റെ നേതൃത്വം എലിമിനേറ്റ് ചെയ്യപ്പെട്ടു. ഗാസയുടെ 60% പ്രദേശവും ഇസ്രായേൽ സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിൽ ഇപ്പോഴും തുടരുകയാണ്. ഹെസ്ബുള്ളയെ ലെബനൻ്റെ തെക്കൻ പ്രദേശത്ത് നിന്ന് തുരത്തി ഇസ്രായേൽ സൈന്യം അവിടെ തമ്പടിച്ചിരിക്കുന്നു. ഇറാൻ്റെ കാര്യം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സിൻവറിനെ നയിച്ചത് ഗാസയെയും ഗാസയിലെ ജനങ്ങളെയും അഭിവൃദ്ധിപ്പെടുത്തുക എന്നതല്ല, മറിച്ച് ഇസ്രായേലിനെ നശിപ്പിക്കാൻ നൽകേണ്ടി വരുന്ന വില ഗാസയുടെ നിലനിൽപ്പ് തന്നെയാണെങ്കിൽ പോലും അതിനും അയാൾ തയ്യാറായിരുന്നു എന്നാണ്. മാഡ് അഥവാ മ്യൂച്വലി എഷ്യൂർഡ് ഡിസ്ട്രക്ഷൻ എന്നുവെച്ചാൽ പരസ്പര വിനാശം ഉറപ്പാക്കൽ. അപ്പോൾ ഈ മാഡ് അല്ലാത്തവർ ചിന്തിക്കുന്നത് പോലെയല്ല മാഡ്നെസ് ഉള്ളവരുടെ സമീപനം എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. പഴയ സോവിയറ്റ് യൂണിയനിൽ നിന്നും അമേരിക്കയിൽ നിന്നും വ്യത്യസ്തരാണ് ഇസ്ലാമിസ്റ്റുകൾ. 2001 സെപ്റ്റംബർ 11 ഒസാമ ബിൻ ലാഡൻ അമേരിക്കക്കെതിരെ നടത്തിയ ഭീകരാക്രമണം ഉദാഹരണമായി എടുക്കുക. അമേരിക്ക വലിയ തോതിൽ സൈനികമായി തിരിച്ചടിക്കുമെന്ന് ബിൻ ലാഡന് അറിയാമായിരുന്നു, ഉറപ്പായിരുന്നു അത്. പക്ഷേ അതയാളെ പിന്തിരിപ്പിച്ചില്ല. നേരെ മറിച്ച് അമേരിക്കയുടെ പ്രത്യാക്രമണം ഇസ്ലാമും പാശ്ചാത്യ ലോകവും തമ്മിലുള്ള വലിയ ഒരു സാംസ്കാരിക യുദ്ധത്തിന് കാരണമാകുമെന്ന് ബിൻ ലാഡൻ ആഗ്രഹിച്ചു, അല്ലെങ്കിൽ പ്രത്യാശിച്ചു. അൽ-ഖ്വയ്ദയുടെ കയ്യിൽ ഒരു അണുവായുധം ഉണ്ടായിരുന്നെങ്കിൽ അത് അവർ അമേരിക്കക്കെതിരെ പ്രയോഗിക്കുമായിരുന്നു. അതാണ് ഇറാൻ്റെ കയ്യിൽ അണുവായുധം ഉണ്ടായാൽ ആദ്യം തീർക്കുക ഇസ്രായേലിനെ ആയിരിക്കും, പിന്നെ അമേരിക്കയെയും, പിന്നെ ബാക്കിയുള്ളവരെയൊക്കെ. ലോകം അലങ്കോലമാകുന്നത് ആഗ്രഹിക്കുന്നവർ, കയോട്ടിക് ആണെന്ന് ആഗ്രഹിക്കുന്നവർ, അങ്ങനെ അലങ്കോലമാകുന്നതിൽ തങ്ങളുടെ എതിരാളികളെപ്പോലെ തങ്ങളും വലിയ വില കൊടുക്കേണ്ടി വരും എന്നറിഞ്ഞുകൊണ്ട് തന്നെ
അങ്ങനെ ആഗ്രഹിക്കുന്നവർ. അവരാണ് യഥാർത്ഥത്തിൽ ഈവിൾ ഇൻകാർണേറ്റ്. ദുഷ്ടതയുടെ അവതാരങ്ങളാണവർ.